എവരിവൺ, വെൽക്കം ടു ഷെയറിംഗ് നോളേജ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാലി പ്രൈമിലെ കോസ്റ്റ് കാറ്റഗറി ആൻഡ് കോസ്റ്റ് സെൻറ്റർ എന്ന ഓപ്ഷനെ കുറിച്ചാണ്. അതിനു മുൻപ് എന്താണ് കോസ്റ്റ് കാറ്റഗറി ആൻഡ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒന്നിലധികം ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അക്യുമുലേറ്റ് ആകുന്ന എമൗണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ നമുക്കറിയണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് സെൻറ്റർ എന്ന ടാലിയിലെ ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഒത്തിരി സ്റ്റാഫ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് കൊടുക്കുന്ന സാലറി, ആർക്ക് എത്ര സാലറി കൊടുത്തു എന്നൊക്കെയുള്ള ആ ഒരു ഡീറ്റെയിൽഡ് സ്ട്രക്ചർ നമുക്കറിയാനാണ് ഈ കോസ്റ്റ് സെൻറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഞാൻ 2 ട്രാൻസാക്ഷൻസ് ഇവിടെ എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ എടുക്കുമ്പോഴും അതിൽ ഏതാണ് കോസ്റ്റ് കാറ്റഗറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളത്, ഏതാണ് കോസ്റ്റ് സെൻറ്ററായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അതിലേക്ക് വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒന്നിലധികം ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന ടേമാണ് നമ്മൾ കോസ്റ്റ് കാറ്റഗറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നെയിം, അതായത് ഇപ്പോൾ ഫിനാൻസ്, മാനുഫാക്ചറിങ്, മാർക്കറ്റിംഗ്, ഇതെല്ലാം കോസ്റ്റ് സെൻറ്ററായിട്ട് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ ഇപ്പോൾ സെയിൽസ്മാൻ, ഒന്നിലധികം സെയിൽസ്മാൻ ഒരു കമ്പനിയിലുണ്ടെങ്കിലോ സെയിൽസ്മാൻ എന്ന ടേം കോസ്റ്റ് കാറ്റഗറി ആയിട്ടും ആ സെയിൽസ്മാൻ ആരൊക്കെയാണോ അവരുടെ പേര്, ഓക്കെ, അത് കോസ്റ്റ് സെൻറ്ററായിട്ടും ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ എക്സാമ്പിൾ നോക്കാം. കണ്ടോ, ഫസ്റ്റ് ട്രാൻസാക്ഷൻ പറഞ്ഞിരിക്കുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 10,000 റുപ്പീസിന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. സോ ആ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് 2 ബ്രാഞ്ചസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് കാറ്റഗറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ ടാലി പ്രൈമിൽ ഈ ഒരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുമ്പോൾ കോസ്റ്റ് കാറ്റഗറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ബ്രാഞ്ച് 1, ബ്രാഞ്ച് 2 എന്നത് കോസ്റ്റ് സെൻറ്ററായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ രണ്ടാമത്തെ നമ്മൾ ട്രാൻസാക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നോക്കി, നമുക്ക് സാലറി സെയിൽസ്മാനെ പേ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അവരുടെ സെയിൽസ്മാൻ്റെ നെയിം, പേര് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ സെയിൽസ്മാൻ എന്നത് കോസ്റ്റ് കാറ്റഗറി ആയിട്ടും ഇവരുടെ പേര് കോസ്റ്റ് സെൻറ്ററായിട്ടും ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിത് ടാലി പ്രൈമിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ടാലി പ്രൈമിൽ കോസ്റ്റ് കാറ്റഗറി 33 എന്ന പേരിൽ ഒരു കമ്പനി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കറണ്ട് പീരീഡും കറണ്ട് ഡേറ്റും മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് കോസ്റ്റ് കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ എസ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സ് നോക്കാം. ഇപ്പോൾ കമ്പനി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ഫീച്ചേഴ്സ് F11 കീ നമുക്ക് കീബോർഡിൽ നിന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഓപ്ഷൻ എടുക്കാം. നമുക്ക് ഏത് കമ്പനി നെയിമാണോ കമ്പനി ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് എനേബിൾ കോസ്റ്റ് സെൻറ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ എസ് ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അതിനുശേഷം ജസ്റ്റ് എൻ്റർ കീ കൊടുത്ത് ഇത് ആക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം എസ്കേപ്പ് കീ കൊടുത്ത് മെയിൻ വിൻഡോയിലേക്ക് വരിക. ഗേറ്റ്വേ ഓഫ് ടാലി എന്ന മെയിൻ വിൻഡോയിലേക്ക് വരിക. നമുക്കിനി വേണ്ടത്, നമുക്ക് 2 ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് വൗച്ചർ എൻട്രി കൊടുക്കാനുള്ളത്. അപ്പം നമുക്ക് അതിലേക്ക് ആദ്യം ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് 2 ട്രാൻസാക്ഷൻസിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ലെഡ്ജേഴ്സ് പർച്ചേസും അതുപോലെ സാലറിയുമാണ്. നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഗേറ്റ്വേ ഓഫ് ടാലി ദെൻ ക്രിയേറ്റ് കൊടുക്കുക. അവിടെ നിന്നും അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിനുള്ളിൽ ലെഡ്ജർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത് പർച്ചേസ് എന്ന ലെഡ്ജറാണ്. അതിൻ്റെ അണ്ടർ എന്താണ്, പർച്ചേസ് തന്നെയാണ്. സോ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ നിന്ന് പർച്ചേസ് സെലക്ട് ചെയ്യുക, എൻ്റർ കീ കൊടുത്ത് എക്സെപ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ ലെഡ്ജർ എന്ന് പറയുന്നത് സാലറിയാണ്. സാലറിയുടെ അണ്ടർ എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് സാലറിയുടെ അണ്ടർ വരുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് അതിനുശേഷം അതുപോലെ അക്സെപ്റ്റ് ചെയ്തു. അഗെയിൻ എസ്കേപ്പ് കീ കൊടുത്ത് മെയിൻ വിൻഡോയിലേക്ക് തിരിച്ചു വരിക. നെക്സ്റ്റ് കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണം. അതിലേക്ക് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്ന് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് നമുക്ക് ഇവിടുന്ന് ഷോമോർ കൊടുത്താൽ എല്ലാ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിനുള്ളിൽ കോസ്റ്റ് കാറ്റഗറി ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക, ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. നമുക്ക് ഇവിടെ നമുക്ക് നെയിം കൊടുക്കാം. അപ്പോൾ നമ്മുടെ 2 ട്രാൻസാക്ഷൻ അനുസരിച്ച് നമുക്ക് 2 കോസ്റ്റ് കാറ്റഗറിയാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഒന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും മറ്റൊന്ന് സെയിൽസ്മാനും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഞാനിപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഇങ്ങനെ കൊടുക്കുവാണ്. എൻ്റർ കൊടുത്തു, അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അഗൈൻ ഞാൻ സെയിൽസ്മാനും കൂടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കോസ്റ്റ് കാറ്റഗറി കൊടുത്തു, അതും ഇതുപോലെ അക്സെപ്റ്റ് ചെയ്തു. 2 കൊടുത്ത് കഴിഞ്ഞു. നമുക്ക് ഇങ്ങനെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്ര എണ്ണം ഉണ്ടോ നമുക്ക് അത്രയും കൊടുക്കാം. അഗൈൻ എസ്കേപ്പ് കീ കൊടുത്ത് മുന്നിലുള്ള വിൻഡോയിലേക്ക് വരിക. ഇവിടെ നിന്ന് നമുക്ക് കോസ്റ്റ് സെന്റർ ആണ് അടുത്ത് കൊടുക്കാനുള്ളത്.
ഓക്കെ, അതായത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ന കോസ്റ്റ് കാറ്റഗറിക്കുള്ളിൽ വരുന്നത് രണ്ട് കോസ്റ്റ് സെന്റേഴ്സ്, ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2. അതുപോലെ സെയിൽസ്മാൻ എന്ന കോസ്റ്റ് കാറ്റഗറിക്കുള്ളിൽ വരുന്നത് അതിന്റെ ആൾക്കാരുടെ പേരുകളാണ്. അപ്പോൾ ഇത്രയും നമുക്ക് കോസ്റ്റ് സെന്റേഴ്സിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യണം. സോ കോസ്റ്റ് സെന്റേഴ്സ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു. ഇവിടുന്ന് ഫസ്റ്റ് കാറ്റഗറി എടുക്കുക. നമുക്കറിയാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കോസ്റ്റ് കാറ്റഗറി. അപ്പൊ നമുക്ക് അത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിന്റെ നെയിം, അതായത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ ഏതൊക്കെ കോസ്റ്റ് സെന്റേഴ്സ് ആണ് ഉള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അഗൈൻ ബ്രാഞ്ച് 2. ഓക്കെ, ബ്രാഞ്ച് 2 കൊടുത്തു. അതും അതുപോലെ അക്സെപ്റ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് വീണ്ടും ബാക്ക് സ്പേസ് കൊടുത്ത് നമ്മൾ കീബോർഡിൽ ബാക്ക് സ്പേസ് കീ കൊടുത്തു കഴിഞ്ഞാൽ കാറ്റഗറിയിൽ അവിടെ നമ്മുടെ കഴ്സർ ഉണ്ടാകും. അവിടെ നമുക്ക് സെയിൽസ്മാൻ കൊടുക്കാം. കണ്ടോ, സെയിൽസ്മാൻ ആണ് അടുത്ത കോസ്റ്റ് കാറ്റഗറി. അതിനുള്ളിൽ വരുന്നത് ആരൊക്കെയാണോ അവരുടെ പേരുകൾ നമുക്ക് കൊടുക്കാം. നമുക്ക് ആദ്യം കൊടുക്കേണ്ട പേര് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് അനന്തു എന്നുള്ളതാ. ഓക്കെ, അത് എൻ്റർ കീ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്തു. നെക്സ്റ്റ് അതുപോലെ രാജു, അതും അതിൽ എൻ്റർ കീ കൊടുത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അഗൈൻ ബിജു. ഓക്കെ, എൻ്റർ കീ കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ വീണ്ടും എസ്കേപ്പ് കീ കൊടുത്ത് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ടാലി എന്നുള്ള വിൻഡോയിലേക്ക് തിരിച്ചു വരിക. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തത് കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെന്റേഴ്സും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് വൗച്ചർ ക്രിയേഷൻ ആണ്. ഓക്കെ, വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗേറ്റ് വേ ഓഫ് ടാലി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വൗച്ചേഴ്സ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് പർച്ചേസ് വൗച്ചർ ആണ്. നമ്മുടെ ട്രാൻസാക്ഷൻ പർച്ചേസ് ട്രാൻസാക്ഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ അക്കൗണ്ടിംഗ് വൗച്ചർ ക്രിയേഷൻ എന്ന വിൻഡോയിൽ ആക്ടിവേറ്റ് ആയി നിൽക്കുന്ന വൗച്ചർ എന്ന് പറയുന്നത് പർച്ചേസ് വൗച്ചർ ആണ്. നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, നമുക്ക് എൻ്റർ കീ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റിൽ കഴ്സർ വന്നു. നമ്മുടെ ട്രാൻസാക്ഷന്റെ ജേണൽ എൻട്രി എങ്ങനെയാണ്? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നുള്ളതാണ് നമ്മുടെ ജേണൽ എൻട്രി. സോ നമുക്ക് ക്രെഡിറ്റിൽ ക്യാഷ് കൊടുക്കാം. ഓക്കെ, എൻ്റർ കീ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്തു. എമൗണ്ട് കൊടുത്തു 10,000. അഗൈൻ എൻ്റർ കീ. ഡെബിറ്റിൽ പർച്ചേസ് ആണ്. കണ്ടോ, കോസ്റ്റ് കാറ്റഗറി വന്നു ആ വിൻഡോ. ഇവിടെ നമുക്ക് ഫസ്റ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ലിസ്റ്റ് ഓഫ് കാറ്റഗറീസിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ ബ്രാഞ്ച് 1, അതായത് കോസ്റ്റ് സെന്റർ ബ്രാഞ്ച് 1 എത്രയാണ്? 5,000 ആണ് ബ്രാഞ്ച് 1. എഗെയിൻ കൊടുക്കാം. ബ്രാഞ്ച് 2 സെലക്ട് ചെയ്ത് കൊടുത്തു. കണ്ടോ, അപ്പൊ ഇങ്ങനെയാണ് കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെന്റേഴ്സും നമ്മൾ സെലക്ട് ചെയ്ത് ഇതിനുള്ളിൽ കൊടുക്കുന്നത്. then എൻ്റർ കീ കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പേയ്മെന്റ് വൗച്ചർ ആണ് നമുക്ക് അടുത്തുള്ളത്. നമ്മുടെ ട്രാൻസാക്ഷൻ ഇതാണ്, പെയ്ഡ് സാലറി ഫോർ ദ മന്ത് എന്നുള്ളതാണ് ട്രാൻസാക്ഷൻ. അപ്പൊ നമുക്ക് പേയ്മെന്റ് വൗച്ചർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ആക്ടിവേറ്റ് ആയി നിൽക്കുന്നത് പേയ്മെന്റ് വൗച്ചർ ആണ്. എൻ്റർ കീ കൊടുക്കുക. നമ്മുടെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ജേണൽ എൻട്രി. സോ ഡെബിറ്റിൽ ക്യാഷാണ് വരുന്നത്, ഡെബിറ്റിൽ സാലറിയാണ് വരുന്നത്, സോറി. അപ്പൊ നമുക്ക് ഇവിടുന്ന് 25,000 കൊടുക്കാം. ഓക്കെ, അഗൈൻ എൻ്റർ കീ കൊടുത്തു. കോസ്റ്റ് കാറ്റഗറി ഏതാണ്? സെയിൽസ്മാൻ ആണ് ഇവിടുത്തെ കോസ്റ്റ് കാറ്റഗറി. കോസ്റ്റ് സെന്റേഴ്സ് ആണെങ്കിലോ ഫസ്റ്റ് നമ്മൾ അനന്തു ആ പേര് കൊടുത്തു. അതിൽ എത്രയാണ്? 10,000 ആണ് നമ്മുടെ ഫസ്റ്റ് എമൗണ്ട്. എഗെയിൻ നമുക്ക് വേണ്ടത് രാജു, രണ്ടാമത്തെ സെയിൽസ്മാൻ അതാണ് രാജു. അവിടെ ആണെങ്കിലോ 10,000. വീണ്ടും നമുക്ക് ഒരാളുകൂടെ ഉള്ളത് ബിജു ആണ്. അപ്പൊ നമുക്ക് അതുപോലെ ആ നെയിം സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ എത്ര കോസ്റ്റ് സെന്റേഴ്സ് ഉണ്ടോ അത് ഈ കോസ്റ്റ് കാറ്റഗറിക്കുള്ളിൽ നമുക്ക് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ ക്രെഡിറ്റിൽ ഏതാണ് വരുന്നത്? ക്രെഡിറ്റിൽ ക്യാഷ് ആണ്. നമുക്ക് ക്യാഷ് കൊടുക്കാം. അതിനുശേഷം എൻ്റർ കീ കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പൊ നമുക്ക് കാണാം നമ്മൾ രണ്ട് ട്രാൻസാക്ഷനും നമുക്ക് വൗച്ചർ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഡേ ബുക്കിൽ ഇതൊന്ന് നോക്കാം. എസ്കേപ്പ് കീ കൊടുക്കുക. വിൻഡോയുടെ പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് ഗേറ്റ് വേ ഓഫ് ടാലി നമ്മൾ ഡേ ബുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത രണ്ട് വൗച്ചറും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. കണ്ടോ, പേയ്മെന്റ് വൗച്ചറും പർച്ചേസ് വൗച്ചറും രണ്ട് വൗച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. അപ്പൊ നോക്കി, ഗേറ്റ് വേ ഓഫ് ടാലിയിലോട്ട് വന്നതിന് ശേഷം ആ വിൻഡോയിലേക്ക് വന്നതിന് ശേഷം ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അവിടെ കോസ്റ്റ് സെന്റേഴ്സ് എടുക്കുക. നോക്കി, കാറ്റഗറി സമ്മറി ഉണ്ട്. കാറ്റഗറി സമ്മറി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് കാറ്റഗറി സമ്മറി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് കണ്ടോ, ഇപ്പൊ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് കാറ്റഗറി ആണ്. നോക്കി, അതിനുള്ളിൽ രണ്ട് ബ്രാഞ്ചസ് ആണ്. അതിന്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ ഇവിടെ ഉണ്ട്. അതുപോലെ സെയിൽസ്മാൻ എന്ന കോസ്റ്റ് കാറ്റഗറിക്കുള്ളിൽ വന്നിരിക്കുന്ന കോസ്റ്റ് സെന്റേഴ്സ് ആരൊക്കെയാണ്, അവർക്ക് ഓരോരുത്തർക്കും എത്ര സാലറിയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽഡ് സ്ട്രക്ചർ നമുക്കിവിടെ കോസ്റ്റ് കാറ്റഗറി സമ്മറിക്കുള്ളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ടാലി പ്രൈമിനുള്ളിൽ കോസ്റ്റ് കാറ്റഗറി ആൻഡ് കോസ്റ്റ് സെന്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.